ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണീയനാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആൾ കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരിയും തുഞ്ചത്തെഴുത്തച്ഛനുമാണ് മറ്റു രണ്ടുപേർ. നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ല. ലഭ്യമായ അറിവ് വച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടിയാപ്പീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയതെന്ന് കരുതപ്പെടുന്നു. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനെ പുകഴ്ത്തുന്ന കല്യാണ സൗഗന്ധികത്തിലെ വരികൾ ഏറെ പ്രസിദ്ധമാണ്. ആ വരികൾ ഇങ്ങനെയാണ്: ചെമ്പക നാട്ടിന്നലങ്കാരഭൂതനാം തമ്പുരാൻ ദേവനാരായണ സ്വാമിയും കമ്പം കളഞ്ഞെന്നെ രക്ഷിച്ചു കൊള്ളണം കുമ്പിടുന്നേ നിന്നു നിൻ പദാംബോരുഹം. ഈ വരികൾ ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണനെ പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ കല്യാണ സൗഗന്ധികമെന്ന സൃഷ്ടിയിലെ വരികളാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർ ഒരിക്കൽ ഉറങ്ങിയപ്പോൾ പരിഹാസപ്രിയനായ ചാക്യാർ അരങ്ങത്ത് വച്ച് തന്നെ കലശലായി പരിഹസിച്ചുകൊണ്ട് ശകാരിച്ചതാണ് തുള്ളലിൻ്റെ തുടക്കത്തിന് കാരണമായതെന്ന് ഒരു കഥയുണ്ട്. പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ ആവിഷ്കരിച്ച് അവതരിപ്പിച്ച പുതിയ കലാരൂപമായിരുന്നത്രേ തുള്ളൽ. തുള്ളലിന് കൂത്തുമായി വളരെ സാമ്യമുണ്ടെന്നതൊഴിച്ചാൽ ഈ ഐതിഹ്യത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് പറയുക ബുദ്ധിമുട്ടാണ്. ഏതായാലും തുള്ളലിനെ ഒരൊന്നാംകിട കലാരൂപമായി വികസിപ്പിച്ചെടുക്കാനും അതിന് പരക്കെ അംഗീകാരം നേടിയെടുക്കാനും നമ്പ്യാർക്ക് കഴിഞ്ഞു. അസാമാന്യമായ ഭാഷാ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായിരുന്നു നമ്പ്യാർ. വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നൃത്തം ചെയ്യുകയായിരുന്നത്രേ. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വരികളുണ്ട്. പാൽക്കടൽ തിര തള്ളിയേറി വരുന്ന പോലെ പദങ്ങളെന്നാവിലങ്ങനെ നൃത്തമാണെന്നൊരു ഭോഷ്കു ചൊല്ലുകയല്ല ഞാൻ. ഇത് പറയാൻ മാത്രം ആത്മവിശ്വാസമുണ്ടായിരുന്നെങ്കിലും തുള്ളലുകളുടെ ഭാഷയായി നമ്പ്യാർ തിരഞ്ഞെടുത്തത് സംസാര ഭാഷയോട് ഏറ്റവും അടുത്ത സാധാരണക്കാരൻ്റെ ഭാഷയാണ്. അതവയ്ക്ക് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്തു. സാധാരണക്കാർക്ക് രുചിക്കുന്ന കവിത അവരുടെ ഭാഷയിൽ തന്നെ ആയിരിക്കണമെന്ന് നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വരികളിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളമതെങ്കിലോ ഭൂഷണം വരുമാനുമില്ല വിശേഷഭൂഷണമായി വരും. ഇത് ഭാഷയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വരികളാണ്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 64 തുള്ളലുകൾ നമ്പ്യാർ എഴുതിയതായി പറയപ്പെടുന്നു. നമ്പ്യാരുടെ ഏറെ പ്രസിദ്ധമായ ഫലിതബോധത്തിനു പുറമെ അദ്ദേഹത്തിൻ്റെ വിപുലമായ അനുഭവ സമ്പത്തും എല്ലാ വിജ്ഞാന ശാഖകളിലുമുള്ള അവഗാഹവും ഈ കൃതികളിൽ പ്രകടിപ്പിക്കുന്നു. സമൂഹ വിമർശനം, നിശിതമായ ഫലിത പരിഹാസങ്ങൾ, കേരളീയത, സാധാരണക്കാരൻ്റെ ഭാഷ, ലോകോക്തികൾ എന്നിവയെല്ലാം നമ്പ്യാരുടെ കൃതികളുടെ ലക്ഷണങ്ങളായി നിരൂപകർ എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഈ പ്രത്യേകതകൾ കവിക്ക് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു.
ജനകീയ കവി എന്ന് നമ്പ്യാർ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. 1746 മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് നമ്പ്യാർ തിരുവനന്തപുരത്തേക്കു താമസം മാറ്റി. അവിടെ അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തിന്റെ ഭരണത്തെ തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിന്റെയും ആശ്രിതനായി ജീവിച്ചു. വാർദ്ധക്യത്തിൽ രാജസദസ്സിലെ ജീവിതം ബുദ്ധിമുട്ടായി തോന്നിയ അദ്ദേഹം സ്വന്തം നാടായ അമ്പലപ്പുഴക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. അമ്പലപ്പുഴയിലേക്ക് മടങ്ങണമെന്ന കുഞ്ചൻ നമ്പ്യാരുടെ അഭ്യർത്ഥന രാജാവ് സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം അമ്പലപ്പുഴക്ക് മടങ്ങി. 1770 മരണമെന്ന് കരുതപ്പെടുന്നു. പേപ്പട്ടി വിഷബാധയായിരുന്നു മരണകാരണം എന്നൊരു കഥ പ്രചരിച്ചിട്ടുണ്ട്.